മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. റവറൻഡ് ഫാദർ മാത്യു വലിയ വീട്ടിൽ, നമ്മുടെ പ്രിയപ്പെട്ട നെൽസൺ അച്ഛൻ, ദൈവത്തിൻ്റെ സ്വന്തം. പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് ബ്ലോക്കിലെ സുന്ദരമായ ഒരു ചെറിയ ഗ്രാമം തേപ്പുപാറ. ആയിരത്തി 1974 ഓഗസ്റ്റ് 11 തേപ്പുപാറ വലിയ വീട്ടിൽ ശ്രീ പാപ്പച്ചൻ്റെയും ശ്രീമതി ഏലിയാമ്മ പാപ്പച്ചൻ്റെയും 4ാമത്തെ വാത്സല്യപുത്രനായി ജനനം. പരേതനായ വിൽസൺ, ഡൈസൺ, ഡെയ്സി, ജെസ്സി എന്നിവർ സഹോദരങ്ങൾ. ക്രിസ്തീയ വിശ്വാസത്തിലും ദൈവചൈതന്യത്തിലും വളർന്നു വന്ന തൻ്റെ പ്രിയ മകനെക്കുറിച്ച് അഭിമാനം തുളുമ്പുന്ന അമ്മയുടെ വാക്കുകൾ. നല്ല കുഞ്ഞായിട്ട് വളർന്നു. പള്ളിയിലൊക്കെ എല്ലാവരും സജീവമാണ്. പപ്പാന്നെങ്കിലും സജീവ പിള്ളേരെ സ്കൂളിൽ പള്ളി കൊണ്ടുപോകാൻ സന്തോഷമുള്ള കാര്യത്തിനും പള്ളിയിലെ കാര്യത്തിനൊക്കെ അവരെല്ലാം പള്ളി അത് കഴിഞ്ഞിട്ട് ഒഴിവായിട്ട് കാര്യം അവരെല്ലാം കൊണ്ടുപോകാം. അവിടെ എല്ലാവരും സജീവ സന്തോഷമുള്ള നല്ല കാര്യം. സ്കൂളിൽ നല്ല ഇതാണ്. പിന്നെ പഠിക്കാൻ കുഴപ്പമില്ല, രീതിയിലൊക്കെ പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായപ്പോൾ നമ്മുടെ പള്ളിയിൽ ദൈവം വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ അവരാണെങ്കിൽ പറഞ്ഞ് ഒരു ഊഹം പറഞ്ഞു. പക്ഷെ അന്ന് ആ വർഷം പോയില്ല. പിന്നെ പിറ്റേ വർഷം അന്നാണെങ്കിൽ രായനത്തിനായില്ല, ഞെടികാലായി രായനത്തിന് ക്ഷത്രിയ അച്ഛനായിരുന്നു. പിന്നെ പിറ്റേ വർഷം നമ്മുടെ ജോസഫ് പുത്തമ്പരിക്കുന്ന അച്ഛന് വന്നു. ആ അച്ഛന് ഇരിക്കുമ്പോഴാ പിന്നെ പിറ്റേ വർഷം വീണ്ടും വിളിക്കാൻ വരും. ക്യാമ്പിന് പോയിട്ട് ഒരുങ്ങി പോകാനായിട്ട് ഞങ്ങൾ നടന്നൊന്നും പറഞ്ഞു. ഞങ്ങൾ പറയാൻ അറിയുന്നില്ല. പിന്നെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. പിന്നെ ആഗ്രഹം പറഞ്ഞു. നമ്മൾ നടന്നൊന്നും പറഞ്ഞു. അങ്ങനെ നമുക്ക് പോയി. അന്ന് ഗൃഹസ്പിതാവാം 90 അതിനെ പോയി ചേർന്ന് തുടർന്ന് പഠിച്ചു. പിന്നെ ഞാനിങ്ങനെ വല്ലപ്പോഴും അവധിച്ചിങ്ങനെ വരും. അന്നല്ല ഇങ്ങനെ പോണോ അതൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അങ്ങനെ വിവരങ്ങളൊക്കെ അറിയും. പിന്നെ അവധിരിക വരും. പഠനം പൂർത്തിയാക്കി പിന്നെ അഭിനഭാഗ്യത്തിനാകില്ലേ. തൊടുവക്കാട് MSc LPS
പ്രാഥമിക വിദ്യാഭ്യാസവും പറക്കോട് PGM ബോയ്സ് ഹൈസ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. ഞങ്ങളുടെ മിടുക്കനായ നെൽസൺ എന്ന പൂർവ്വ വിദ്യാർത്ഥിയെക്കുറിച്ച് അധ്യാപക ദമ്പതികളായ ശ്രീ ശമുവേൽ വീരപ്പള്ളി സാറും ശ്രീമതി PD മറിയാമ്മ ടീച്ചറും അഭിമാനത്തോടെ ഇന്നും ഓർക്കുന്നു. നെൽസൺ അച്ഛനെ ഞാൻ നെൽസൺ അച്ഛൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ തോടക്കാട്ട് വന്ന് പഠിച്ചു. നെൽസൺ അച്ഛനുണ്ട്, അച്ഛന് പെങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ നടത്ത് എല്ലാം ഈ പള്ളിക്കൂടത്തിലാണ് പഠിച്ചു തോടക്കാട്ട്. ഏഴ് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 4ാം ക്ലാസ്സിലാണ് അച്ഛൻ പഠിപ്പിച്ച്. എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുമായിരുന്നു. അച്ഛൻ വളരെ മിടുക്കനായിരുന്നു. തേപ്പുപാറ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയ തിരുമുറ്റത്ത് പ്രാർത്ഥനയുടെ താളത്തിൽ നടന്ന് വിശുദ്ധ ബലിയുടെ മഹാരഹസ്യങ്ങളിൽ പങ്കാളിയായി ബലിവേദിയിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ വിളങ്ങിയ നെൽസൺ എന്ന ബാലനെക്കുറിച്ച് സൺഡേ സ്കൂൾ അധ്യാപകനായ ശ്രീ ജോയ് വിളവിനാൽ. കുഞ്ഞുനാൾ മുതൽ അച്ഛന് പള്ളിയുമായിട്ട് നല്ല ആത്മബന്ധമാണ്. ശ്രീജിത്തൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ ഞാനാണ് 6ലോ 7ലോ ഒക്കെ പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മ ശരിയാവുന്നില്ല, വർഷങ്ങളായില്ലേ. അല്ലാതെ ഉള്ള അങ്ങനെ പൊതുവെ പള്ളിയായിട്ട് അച്ഛനായതിനു ശേഷം പള്ളിയുടെ എല്ലാ കാര്യത്തിനും, ഏത് ആവശ്യത്തിനും, എല്ലാ വീട്ടിലുള്ള ഏത് ആവശ്യത്തിനും അച്ഛൻ വരാറുണ്ട്, വന്നെല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിന് അച്ഛനെ പുറമോട്ട് നിർത്തേണ്ടതായിട്ട് വന്നിട്ടില്ല ഇതുവരെ. പൗരോഹിത്യമെന്ന കൂദാശ നിത്യപുരോഹിതനായ മിശിഹായിലുള്ള പങ്കുചേരലാണെന്ന് മനസ്സിലാക്കിയ ആ അൾത്താര ബാലൻ തൻ്റെ വൈദിക പഠനം 1989 ആരംഭിക്കുന്നു. പട്ടം സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിലെയും നാലാഞ്ചിറ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലെയും വൈദിക പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട ഡീക്കൻ നെൽസനെ അഭിവന്യ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനി മാലാഖമാർ പോലും അസൂയപ്പെടുന്ന പൗരോഹിത്യ സ്ഥാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് 2000 ആണ്ട് ഡിസംബറിൽ കൈപിടിച്ചുയർത്തി.
പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന മഹാവിദ്യാലയത്തിലേക്ക് 2003 ഹയർ സെക്കൻഡറി അധ്യാപകനായി അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരനായ അധ്യാപകനായും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പുത്തനുണർവ് നൽകിയ നേതൃത്വമായും നെൽസനച്ചൻ മാറി. സഹ അധ്യാപകരുടെ സർവീസ് പ്രശ്നങ്ങളിലെല്ലാം അവർക്ക് പിന്തുണയുമായി അച്ഛനെപ്പോഴും കൂടെയുണ്ടായിരുന്നു. ഒരു സഹോദരനായി, അതിലേറെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അവരെ ചേർത്ത് പിടിച്ചൊരു നല്ല മനുഷ്യനായി. ഇരുപത് വർഷത്തെ അധ്യാപന ജീവിതത്തിൻ്റെ പരിചയ സമ്പത്തുമായി 2023 ബഹുമാനപ്പെട്ട അച്ഛൻ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി ചുമതലയേറ്റു. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട നെൽസനച്ചൻ്റെ മികച്ച നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇക്കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പട്ടം സെന്റ് മേരീസ് സ്കൂളിൻ്റെ മഹത്വം വാനോളം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനു പുറകിലെ അധ്വാനവും പ്രാർത്ഥനയും വഴികാട്ടിയും എല്ലാം പ്രിയപ്പെട്ട നെൽസനച്ചനാണ്. സമർപ്പിത ജീവിതത്തിൻ്റെ, നിസ്വാർത്ഥ സേവനത്തിൻ്റെ നീണ്ട 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിശുദ്ധമായൊരു ജീവിതം വിശ്വസ്തയോടെ ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നെൽസനച്ചന് സെന്റ് മേരീസ് കുടുംബത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ. പ്രിയങ്കരനായ നെൽസനച്ചന് സെന്റ് മേരീസ് കുടുംബത്തിൻ്റെ 1000 നന്ദി. ഞങ്ങൾക്കൊപ്പം ഞങ്ങളിലൊരാളായി കൂടെ നിന്ന് നൽകുന്ന സ്നേഹത്തിനും കരുതലിനും 1000 നന്ദി. സർവേശ്വരൻ ധാരാളമായി അച്ഛനെ അനുഗ്രഹിക്കട്ടെ.